ശ്രുതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്റേതല്ലെന്ന് സമർത്ഥിക്കുന്ന സുദീപ്. അതിനെ ശക്തമായി എതിർക്കുന്ന ശ്രുതി. അതെ, ചതിക്കാൻ തന്നെയായിരുന്നു. എനിക്ക് വാശിയായിരുന്നു. എന്നെ ചതിച്ചുകൊണ്ടിരുന്നില്ലേ? എന്റെ കൂടെ ബെഡിൽ കിടന്നിട്ട് മറ്റൊരുത്തനെ സ്നേഹിച്ചോളല്ലേ നീ? ഒടുവിൽ തന്റെ മുറിയിൽ നിന്ന് സുദീപിനെ ആട്ടിയിറക്കുന്ന ശ്രുതി. ഇതെല്ലാം കേട്ട് തളർന്നു നിൽക്കുന്ന സദാശിവൻ പിള്ള. സദാശിവൻ പിള്ളയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന സൗദാമിനി. തലേന്ന് നടന്ന സംഭവത്തിൽ സബിതയോട് ക്ഷമ ചോദിക്കുന്ന സുദീപ്. ഇക്കാര്യം ശ്രുതിയെ അറിയിക്കുന്ന സബിത. ഇതൊന്നും വിശ്വസിക്കാനാവാതെ ശ്രുതി. ഇനി തുടർന്ന് കാണുക. മനസ്സിലായി. എന്നെപ്പോലെ വഴിയിൽ കയറി വന്ന് നിറവയറോടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കരുത്. അതെല്ലാവർക്കും നാണക്കേടാണ്. ഈ തറവാടിനത് മോശമാണ്. അത് സാറും ആഗ്രഹിക്കുന്നു, സാറിന്റെ ഭാര്യ വീട്ടുകാരും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിനും അഭിപ്രായത്തിനും ചെവി കൊടുക്കാതെ പിന്നെയും എന്നെ ഇവിടെ നിർത്താൻ അനുവാദം തന്നതിന്റെ കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെന്റ്. ക്ലിയറായി. ഇപ്പൊ ക്ലിയറായി. ഓക്കെ ചേച്ചി, ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. ഇപ്പെല്ലാം വ്യക്തമായല്ലോ. ശരിയാ മോളെ, മോള് പറഞ്ഞതാ ശരി. എനിക്കിപ്പോ സമാധാനായി. ഞാൻ കിച്ചണിലേക്കൊന്ന് ചെല്ലട്ടെ. ഒന്നും ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ദിവസാ. രവിക്കാണെങ്കിൽ അവിടെ 100 കൂട്ടം പണിയുണ്ട്. ചേച്ചി ചെല്ല്. ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമായല്ലോ. എന്ന് ഞാൻ പോട്ടെ. ഡാ, നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. എന്ത് സംസാരിക്കത്തെ? ചെല്ലേ, നിങ്ങൾ സംസാരിക്കേ. ഒന്ന് നിക്കണം സാറ്. നിന്റെ മനസ്സിന്റെ മാറ്റത്തിനുള്ള കാരണം എനിക്കറിയാം. നിന്റെ കല്യാണം നടക്കണം. അതാണ് നിന്റെ ആവശ്യം. ഏതായാലും ഇവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് നീ എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ. അവിടെ നിന്ന് ഞാൻ തുടങ്ങിക്കൊള്ളാം. പക്ഷേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് നീ സമ്മതിക്കണം. കുറഞ്ഞ പക്ഷം നിന്റെ ചേട്ടനോടും ചേട്ടത്തിയോടും എങ്കിലും. കാരണം അവരാണല്ലോ നിന്റെ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത്. നിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാം. കാര്യങ്ങളൊന്നും ജയസുതി അറിയിക്കാതെ കൊണ്ടുപോയാൽ മതിയല്ലോ. എങ്കിലല്ലേ അതിനൊരു പൂർണ്ണതയുണ്ടാവൂ. നീ ഇത് നിന്റെ കുഞ്ഞല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ പിന്നെ നിന്റെ കുഞ്ഞിനെ നിന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കയ്യിൽ ഞാൻ എങ്ങനെ ഏൽപ്പിക്കും? അതൊരു പിഴച്ച കുഞ്ഞായി പോവില്ലേ? അതിനെനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ നിന്റെ വെറും മനക്കോട്ടകളാ, നടക്കാത്ത വെറും ഇമാജിനേഷൻസ്. അത്രയ്ക്കൊന്നും കടന്ന് നീ ചിന്തിക്കണ്ട. അല്ല സുദീപ്, ഇന്ന് നിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ തന്നെ രക്തബന്ധത്തിന് കൈമാറുന്ന നിമിഷം വരെ എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഞാനായിട്ടല്ല. അതൊക്കെ മുകളിലിരുന്നൊരു ശക്തിയാ. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീ സമ്മതിക്കും ഇത് നിന്റെ കുഞ്ഞാണെന്ന്. നിന്റെ കൺമുമ്പിൽ അവൻ ഓടിച്ചാടി വളരുമ്പോ ഒരു വീർപ്പ് മുട്ടലോടെയെങ്കിലും നീ അവനെ ഒന്ന് വാരി പുണരും. എനിക്കത് മതി, അത് മതി. ഇത് നീ അംഗീകരിക്കാതെ, നിന്റെ ആൾക്കാരോട് ഇതെന്റെ കുഞ്ഞാണെന്ന് നീ വിളിച്ചു പറയാതെ ജയസുധയുടെ കഴുത്തിൽ നീ താലി കെട്ടുമെന്ന് കരുതണ്ട.
ഇത് എന്റെ കുഞ്ഞാണെന്ന് നീ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും അല്ല അല്ല എന്നാണ് എന്റെ ഉത്തരം. പിന്നെ കല്യാണം അതെങ്ങനെ നടത്തണമെന്നും ഏത് രീതി നടത്തണമെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് ഞാനീ തരുന്ന ഔദാര്യം ഉണ്ടല്ലോ, ഞാനതൊക്കെ വേണ്ടാന്ന് വെക്കും. കളികൾ ഒത്തിരി സുദീപിനറിയാം. അതെനിക്കറിയാലോ, ഞാനും കുറച്ച് അനുഭവിച്ചതാണല്ലോ അത്. നീ ഇത് നിസ്സാരമായിട്ട് കാണണ്ട. അത്ര നിസ്സാരമായിട്ട് നിനക്കെന്നെ പറിച്ചറിയാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതവും കൊണ്ടേ ഞാൻ പോകൂ. കാരണം നീ ഒരൊറ്റ ഒരുത്തം കാരണം തെരുവിൽ നിൽക്കുന്നവളാ ഞാൻ. ആൾക്കാരുടെ മുന്നിൽ വഴിപഴച്ചവളാ ഞാൻ. ഇനിയും നിനക്ക് സമയമുണ്ട്. നിന്റെ താലി ജയസുധയുടെ കഴുത്തിൽ വീഴുന്നവരെ നിനക്ക് സമയമുണ്ട്. എന്റെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണെന്ന് സ്വയം അംഗീകരിച്ച് ഒരു നോട്ടം, ഒരു വാക്ക്, അതുവരെ നിനക്ക് സമയമുണ്ട്. ആ നിമിഷം വരെ ഞാൻ നിനക്ക് സമയം തരും. നീ കതിർ മണ്ഡപത്തിൽ കയറുമ്പോ നിന്റെ പൊടിജീവനം കൊണ്ട് തൊട്ടടുത്ത് ഞാനും ഉണ്ടാവും. ആ നിമിഷം വരെ നിനക്ക് സമയം തരും എല്ലാം ഏറ്റു പറയാൻ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാതെ അവളുമായിട്ടൊരു കുടുംബജീവിതം തുടങ്ങാമെന്ന് നീ വിചാരിക്കണ്ട. ആലോചിക്കേ, ഏത് ജീവിതമാ നിനക്ക് വേണ്ടതെന്ന് നീ ശരിക്കും ഒന്ന് ആലോചിക്കേ. ഒരു നല്ല വാക്ക് വീഴുന്നവരെ ഞാൻ നിന്റെ പിന്നാലെ കാണും. വിട്ടില്ല ഞാൻ നിന്നെ. ഇത് ഇഷ അരവിന്ദന്റെ വാക്കാ. ശ്രുതി, ശ്രുതി, ശ്രുതി മോളെ, ശ്രുതി. ആ രവിയേട്ടാ, നീ ഇവിടെ ആയിരുന്നോ? ആ, സുദീപ് എവിടെ? ഞാനിവിടെ. സുദീപ് എവിടെയുണ്ട്? സുദീപ് വാ, മറിഞ്ഞു നിൽക്കാതെ വാ. രവിയേട്ടന്റെ അനുജനെ മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. വാട്ട് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ഇഷ്യൂസും ദാ ഇപ്പൊ തീർന്നു. ഇനി ഞാൻ എവിടുന്ന് ഇറങ്ങിപ്പോയാലും സുദീപ് എന്നെ വിടില്ല കേട്ടോ. തുറന്ന് സംസാരിക്കാത്തതായിരുന്നു ഞങ്ങളുടെ ഇത്രയും നാളത്തെ പ്രശ്നം, അല്ലേ സുദീപ്? ഇത്രയും കാലം നിന്നോടൊപ്പം കഴിഞ്ഞിട്ടും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ മോനെ. ഞാനല്ലേ രവിയേട്ട ക്ഷമ പറയേണ്ടത്? തെറ്റെന്റേതല്ലേ? ഞാനെന്നും പറഞ്ഞ് ജീവിച്ചിരുന്ന നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതിരുന്നല്ലേ ഏറ്റവും വലിയ തെറ്റ്? അല്ലട മക്കളെ, മനസ്സിലാക്കേണ്ടതും പെരുമാറേണ്ടതും മുതിർന്നവരല്ലേ. നീ ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് കൊച്ചു കുഞ്ഞു തന്നെയാ. ഇവിടെ നിന്റെ തെറ്റ് കാണേണ്ടതും അതറിഞ്ഞ് പെരുമാറേണ്ടതും ഞങ്ങൾ തന്നെയായിരുന്നു. നടക്കാൻ പാടില്ലാത്തത് നടന്നല്ലോ മോനെ. സുദീപിന്റെ ഈ തിരിച്ചറിവാണ് രവിയേട്ട ഗ്രേറ്റ്. ചുമ്മാതല്ല ഈ വീടിന്റെ ഗൃഹനാഥനായിട്ട് ഇയാളെ നിങ്ങൾ സ്വീകരിച്ചത്. സത്യത്തിൽ ഇപ്പൊ എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് സുദീപ് സാറിനോട്. എല്ലാം കലങ്ങി തെളിഞ്ഞൊന്ന് നേരെയായല്ലോ, സമാധാനായി. നിന്റെ ആ പ്രോപ്പർട്ടിയുടെ കാര്യം കൂടെ തീരുമാനിച്ചാൽ ബാക്കി കാര്യം നമുക്കങ്ങ് ചെയ്യായിരുന്നു.
അതൊന്നും ഇപ്പൊ വേണ്ട രവിയേട്ട. പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. ഹ, സുദീപ് ആഗ്രഹിച്ചു വാങ്ങിയ സ്ഥലമല്ലേ. ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കാൻ ഇതിനേക്കാൾ നല്ല മണ്ണ് വേറെയില്ല. സുദീപ് സാറിന്റെ കുടുംബം ആ വീട്ടിൽ കയറി താമസിക്കുന്നത് കാണണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന്റെ ജോലികൾ ഞാനും അരുൺ സാറും കൂടെ തുടങ്ങി വെച്ചതാ. ഇനി അതിൽ നിന്നൊരു പിന്മാറ്റം ഇല്ല. ഇനി സുദീപ് സാറിന്റെ മനസ്സിൽ വല്ല അനാവശ്യ ചിന്തകൾ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്ക്. രവിയേട്ടാ, നമുക്കിന്ന് ഒരുമിച്ച് ആ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. എന്നാ പോവാല്ലേ? അരുൺ സാർ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാ മതി. ഒരല്പം തിരക്കുണ്ട് എനിക്ക്. മോനെ, ശ്രുതി പറയുന്നത് കേക്കടാ. ശ്രുതി പറഞ്ഞാലും കാര്യമില്ല. അതില്ല, ഇതൊന്നും ഇങ്ങനെ വലിച്ചഴിച്ച് ചെയ്യേണ്ട കാര്യമല്ല. ചിലപ്പോ ജീവിതം അതുപോലെ ആയിപ്പോവും. നീയൊന്നേ എസ് മുളിയാ മതി, ബാക്കിയൊക്കെ ശ്രുതി നോക്കിക്കോളും. യെസ് മൂളാനൊന്നുമില്ല. ഇപ്പതേ നല്ല അനുസരണയുള്ള കുട്ടിയാ അല്ലേ? അല്ലേ സുദീപ് സാറ് പറ. അപ്പൊ ചേട്ടനും ചേട്ടത്തി ഒന്നും പറഞ്ഞാൽ കേക്കില്ല. പറയേണ്ടവര് പറയണം. ശ്രുതി കാര്യപ്രാപ്തിയുള്ള കുട്ടിയാ, ബുദ്ധിയുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ വേണം. പിന്നെ സംഭവിച്ചതൊക്കെ വിധിയാ. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നല്ലേ രവിസ പ്രമാണം. എന്റെ ഈ പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടത്തിന്റെ ആത്മധൈര്യം നൽകിയത് എന്റെ ഹസ്സായിരുന്നു. അയാൾ എന്നെ ചതിച്ചത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നത്. നന്ദിയുണ്ട് എനിക്ക് അയാളോട്. ശ്രുതി, ലീവ് ഇറ്റ്. ഒരിക്കലും നിന്നെ വഞ്ചിച്ചവന് എവിടെയാണെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയോ? കളിപ്പാട്ടമല്ലല്ലോ ജീവിതം. നിന്റെ കണ്ണീരും ആസിഡും ഒന്നാണെന്ന് ജീവിതം കൊണ്ടാവും മനസ്സിലാക്കും. ശരിയല്ലടാ മോനെ? നീ എന്താടാ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ? വാടാ. ഇഷ, ഇയാൾ ഇറങ്ങില്ലടോ? ഓഫീസിൽ വരുന്നതിന് മുമ്പ് കുറച്ച് ജോലിയുണ്ട്. സുദീപ് സാറിന്റെ പ്രോപ്പർട്ടി വരെ ഒന്ന് പോണം. പ്രോപ്പർട്ടിയാ? ഇടത് വിൽക്കാൻ തീരുമാനിച്ചല്ലേ? ആ നിലപാടൊക്കെ മാറി. പ്രോപ്പർട്ടി വിൽക്കുന്നില്ലെന്നും അതിൽ വീട് വെക്കുന്നെന്നാ ഇപ്പൊ പറയുന്നത്. ഇടോ, ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കണോ? അവനെങ്ങനെ അടിച്ചു ചുരുട്ടി ഒതുക്കി കുപ്പിയിലാക്കി തോന്നുന്നു അല്ലേ? അതൊക്കെ വേണ്ടേ അരുൺ സാറ്? ഇപ്പൊ ഞാനൊരു വര വരച്ച അതിനിപ്പറം നിൽക്കും സുദീപ് സാറ്. നമ്മുടെ ലക്ഷ്മണ രേഖ അല്ലേ? പണ്ട് പെണ്ണിന് ആണ് വരച്ചത്, ഇപ്പോ പെണ്ണ് തിരിച്ച് ആണിന് വരയ്ക്കണു. സ്റ്റോക്ക് തീരുമ്പോ പറയണേട്ടാ, നമ്മുടെ ഒരു ലോഡ് അങ്ങോട്ട് ഇറക്കി തരാം. അത് ചോക്ക് കൊണ്ടല്ല അരുൺ സാറ്, വാക്കുകൊണ്ട. അപ്പോ നമ്മള് വണ്ടി അയക്കട്ടോ? വേണ്ട വേണ്ട. എന്തിനാ വെറുതെ പെട്രോൾ കത്തിക്കുന്നത്? പെട്രോളിനൊക്കെ തീ വിലയല്ലേ. ഞാൻ നമ്മുടെ വാഹനത്തിൽ അങ്ങ് വന്നോളാം. ഏത് വാഹനം? ഓ, നമ്മുടെ കുടുംബ വാഹനം. എല്ലാവരോടും ഒരുമിച്ച് വരാൻ മെഡിക്കേ സമ്മതിച്ചുട്ടാ. രാവിലെ 10 മണി. സാർ അങ്ങോട്ട് നേരെ എത്തിയാ മതി, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. വൈകണ്ടോ, വേറെ ചില കാര്യങ്ങളുണ്ട്. ഇല്ലില്ല, നേരത്തെ എത്തിക്കോളാം സാർ. താങ്ക് യു.
ഓഫീസിൽ നിന്ന് വണ്ടി വരണ്ടാന്ന് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഒരുമിച്ചാ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. എങ്ങനെ പോവാനോ? നീ എങ്ങനെയാണോ പോകുന്നത് അതിൽ ഞാനും ഉണ്ടാവും. ഞാൻ എന്റെ ബുള്ളറ്റിലാ പോന്നേ. എനിക്കും അതാ ഇഷ്ടം. ഇനി ചിലപ്പോ നിന്റെ കൂടെ ഒരു യാത്ര എനിക്ക് പറ്റിയില്ലെങ്കിലോ? മനുഷ്യന്റെ കാര്യമല്ലേ. അതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ അത് പ്രതീക്ഷിക്കാൻ വേണ്ട. അതെ, നടക്കും. ഞാൻ പറയുന്നതേ നടക്കും. സംശയമുണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ നീ സമ്മതിക്കണം, എന്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന്, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഓ, അപ്പൊ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാണല്ലേ? ഞാൻ ആവശ്യപ്പെട്ട കാര്യം സമ്മതിക്കുന്നത് വരെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. നീ എന്റെ കുഞ്ഞിനെ അംഗീകരിക്കുന്നവരെ ഈ ബ്ലാക്ക് മെയിലിംഗ് ഇങ്ങനെ തന്നെ തുടരും. എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറിയിരിക്കാന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സാറ് റെഡി ആയിട്ട് വാ. അച്ഛനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? മോക്കും മരുന്ന് തരാൻ ഇന്നലെ രാത്രി ഞാൻ മറന്നുപോയി. എന്തിനാച്ചാ? അച്ഛന് വയ്യാത്തതല്ലേ? ഈ പടികൾ കയറി വന്ന കാലിന് വയ്യാതാകില്ലേ? അതൊന്നും സാരമില്ല മോളെ, കാലിനും കൈക്കും ഒക്കെ ഒരു ഇളക്കം വരട്ടെ. ഒരേ ഇരിപ്പും കിടപ്പും അല്ലേ. ഞാൻ കഴിച്ചോളാം അച്ഛാ. ആ പിന്നെ അച്ഛാ, സുദീപ് സാറിന്റെ വീട് പണിയുടെ കാര്യം ശരിയാക്കാൻ സുദീപ് സാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഞങ്ങള് ഓഫീസിലേക്ക് പോകാതെ പ്രോപ്പർട്ടിയിലേക്ക് പോവാ. അത് നന്നായി. ആ വീട് മോള് തന്നെ പണിയിപ്പിക്കണം. നിന്റെ അധ്വാനത്തിന്റെ വിലയാവണം അവൻ കൊടുക്കേണ്ടത്. അവനും വരുന്നുണ്ടോ മോളെ? ആ ഉണ്ടച്ചാ, വരുന്നുണ്ട്. അരുൺ സാറ് നേരെ അങ്ങ് വരും. രവിയും സബിതയും വരുന്നുണ്ടോ? രവി സാറിന് എന്തോ തിരക്കുണ്ട്, ചെലപ്പോ കാണുന്ന പറഞ്ഞത്. ആ മോളെ, എന്താച്ചാ? മോടെ വീട് പണിയൊക്കെ എന്തായി? ഒത്തിരി നാളായിട്ട് വിചാരിക്കുക ഒന്ന് വന്ന് കാണണമെന്ന്. ഇതും എന്റെ വീട് തന്നെയാണല്ലോ അച്ഛാ. പിന്നല്ലാതെ, ഇതല്ലയോ മോടെ വീട്. പിന്നെ ഈ അലച്ചിലിനിടയ്ക്ക് ആരോഗ്യമൊക്കെ നോക്കണം. ഒന്നാമത് എന്റെ പേരക്കുട്ടി വയറ്റിലുണ്ടെന്ന് ഓർക്കണം. പേരക്കുട്ടിയോ? ആരുടെ? അച്ഛന്റെയോ? അതേത് വകയില്? അത് കൊള്ളാലോ. സുരഭിയുടെ അനിയത്തി ശ്രുതി ഇവിടെ താമസിക്കുമ്പം നീയും എന്റെ മോള് തന്നെയാ. അപ്പൊ പിന്നെ നിന്റെ വയറ്റിലെ കുഞ്ഞ് എന്റെ പേരക്കുട്ടിയല്ലയോ? ഓ അങ്ങനെ, സമ്മതിച്ചു. അപ്പൂപ്പൻ തന്നെ, സുന്ദര കുട്ടപ്പൻ അപ്പൂപ്പൻ. ഞാൻ പോയിട്ട് വരാം. അമ്മേ, ഞാൻ ഇറങ്ങാം. മോളെ ഒരു മിനിറ്റ്. ദേ മോളെ, ഇതിൽ മുരിങ്ങയിലത്തോരം വെച്ചിട്ടുണ്ടേ. അമ്മ എന്തിനാ രാവിലെ ഇത്രയും കഷ്ടപ്പെടുന്നേ? ഒന്നാമത് വയ്യാതിരിക്കല്ലേ? എനിക്കൊരു വയ്യായികയില്ല. പിള്ളച്ചേട്ടനാണെങ്കിൽ മുരിങ്ങയിലത്തോരൻ വലിയ ഇഷ്ടാ. അപ്പൊ പിള്ളച്ചേട്ടനെ സന്തോഷിപ്പിക്കാനായിരിക്കും. പിന്നെ മോളെ വെറുതെ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കല്ലേ. കാണുമ്പോ തന്നെ വിളർച്ച തോന്നുന്നുണ്ടല്ലോ. കുറച്ചു ദിവസമായിട്ടേ ഉറക്കം കുറവാ. അതാ കുഴപ്പം. എല്ലാ അസുഖങ്ങളും വരുത്തി വെക്കുന്നത് ഈ ഉറക്കമില്ലായ്മയാ. പിള്ളച്ചേട്ടന്റെ ചില സമയത്തെ വിളിവുകേട് കണ്ടില്ലേ? ഇതുവരെ ഇറങ്ങിയില്ലേ? ആര്? അല്ല, സുദീപ് സാറ്. ഞങ്ങൾ ഒരുമിച്ച് പ്രോപ്പർട്ടിയിലേക്ക്. നിങ്ങൾ ഒരുമിച്ചാണോ പോണേ? ആഹാ. രവി സാറും സബിതേച്ചിയും പോയോ അമ്മേ? അവര് നേരത്തെ പോയി മോളെ. മോളുടെ വണ്ടി ഇതുവരെ വന്നില്ലല്ലോ. ഇന്ന് ഓഫീസിലെ വണ്ടി വരില്ലമ്മേ. പിന്നെങ്ങനെ പോവും? ഞാനും സുദീപ് സാറും കൂടെ ബൈക്കിലങ്ങ് പോവും. ബൈക്കിലോ? അയ്യോ അത് വേണ്ട, അതൊന്നും ശരിയാവത്തില്ല. എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. വേണ്ട മോളെ, ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ബൈക്കിൽ പോയാൽ എങ്ങനെയാ ശരിയാവണേ? പറയുന്നോന്ന് കേക്ക്. എന്റെ അമ്മേ, ഇവിടെ പ്രസവത്തിന്റെ തലേന്ന് വരെ പെമ്പിള്ളേര് ബൈക്കിലൊക്കെയാ പോകുന്നത്. പിന്നെ എന്താ? നീ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ഞാൻ നമ്മുടെ പ്രോപ്പർട്ടി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഞാനാടാ അതാദ്യം പോയി കണ്ടത്.
അതിന് ശേഷമാ നിന്റെ ചേട്ടനോടും ചേട്ടത്തിയോടും പറഞ്ഞത്. അവരാ നിനക്കത് അയച്ചു തന്നത്. ഞാൻ ആ വസ്തു കണ്ടപ്പം അതിനിണങ്ങുന്ന ഒരു വീടും അതിന് തക്ക ഒരു പെണ്ണും, അങ്ങനെ ഒരു കൊച്ചു കുടുംബം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ തീരുമാനങ്ങളും 100 ആവർത്തി ആലോചിച്ച് തീരുമാനിക്കണം. ഇല്ലെങ്കിൽ നിനക്കൊരു കാലത്തും സമാധാനം കിട്ടത്തില്ല. ആ ഭൂമിയിൽ കണ്ണുനീര് വീഴ്ത്തല്ലേടാ. അച്ഛൻ വല്ലതും കഴിച്ചോ? ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ. അച്ഛന്റെ വിശപ്പും രോഗവും ഒക്കെ ചത്തടാ. അച്ഛൻ എന്ത് പറ്റിയോ? അല്ലാതെ ഇമോഷണലാണല്ലോ. ഞാൻ പോയിട്ട് വരാം. പൊടിമോനെ, ആ ശരി അച്ഛാ. മോനെ, പൊടിമോനെ, നീ ഇവളെയും കൊണ്ട് ബൈക്കിൽ പോവാണോ? ഞാൻ ആവശ്യപ്പെട്ടൊന്നുമില്ല. ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം. മോളെ സൂക്ഷിച്ചൊക്കെ പോണേ. എന്റെ വയറ്റിലൊരു പൊടിക്കുഞ്ഞ് വളരുന്നുണ്ടേ. ഗട്ടറിലൊന്നും ചാടിച്ച് കൊല്ലാൻ നോക്കരുത്. ഇഷ, നീ ഇത്തിരി കൂർന്നുണ്ട്. ഇതൊരു തരം പ്രതികാര. അച്ഛനും അമ്മയും ഒന്നാമത് പ്രശ്നമായിട്ട് നിൽക്കുക. നീ ഓവറാക്കല്ലേ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ.